ഈ വിഷുവിന് ഒരു സവിശേഷതയുണ്ട്. മലയാള സിനിമയുടെ പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും മാറ്റിവെക്കാനാകാത്ത രണ്ടു നടന്മാർ ഈ വിഷുക്കാലത്ത് നേർക്കുനേർ മത്സരിക്കുന്നു എന്നതാണത്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പിയിലൂടെ ടൊവിനോ തോമസും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിലൂടെ കുഞ്ചാക്കോ ബോബനും 2026 വിഷു കൊഴുപ്പിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. ഈ വർഷത്തെ വമ്പൻ വിഷു റിലീസായി ഏപ്രിൽ 15 തിയേറ്ററുകളിലെത്തുന്ന ഈ രണ്ടു സിനിമകളും ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ടൊവിനോയുടെ പള്ളിച്ചട്ടമ്പി ഒരു പീരീഡ് ഡ്രാമയായി വെള്ളിത്തിരയിൽ എത്തുമ്പോൾ, തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപ്പെട്ടിയിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനായാണ് കുഞ്ചാക്കോ ബോബൻ പരകായ പ്രവേശം നടത്തുന്നത്. വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സേതു എന്ന ഈ കഥാപാത്രത്തിലൂടെ ഒരു മിസ്റ്ററിയിലേക്ക് കുഞ്ചാക്കോ ബോബൻ പ്രേക്ഷകരെ ഈ സിനിമയിലൂടെ നയിക്കാൻ ഒരുങ്ങുന്നത്. ലക്ഷണമൊത്ത ഒരു ത്രില്ലറായിട്ടാണ് പള്ളിച്ചട്ടമ്പി ഒരുക്കിയിട്ടുള്ളത്. 1950-60 കാലഘട്ടത്തിലെ കഥ പറയുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസിന്റെ വേഷം ഇതിനകം തന്നെ ട്രെയിലറുകളിലൂടെ ആവേശം ജനിപ്പിച്ചിട്ടുണ്ട്. 1957-58 കാലത്തെ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ജീവിതം പശ്ചാത്തലമാക്കിയെത്തുന്ന പള്ളിച്ചട്ടമ്പി ടൊവിനോയ്ക്ക് തന്റെ കരിയറിലെ ശക്തമായ മറ്റൊരു കഥാപാത്രം നൽകും എന്ന് ഉറപ്പാണ്. ടൊവിനോയുടെ മാസ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സിനിമയെന്ന പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ട്. ടൊവിനോ തോമസിനൊപ്പം കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ സജീവമായ കയാതു ലോഹർ സിനിമയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. ടൊവിനോ കയാതു കോംബോ ചിത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. ഡിജോ ജോസ് ആന്റണിയും സംഗീത സംവിധായകൻ ജേക്സ് ബിജോയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും പള്ളിച്ചട്ടമ്പിക്കുണ്ട്. ജേക്സ് ബിജോയ് സംഗീതത്തിൽ ഒരുങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വൈറലാണ്. കാട്ടുചെമ്പകം എന്ന ഗാനം മികച്ച ജനപ്രീതി നേടിയിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിലെ മാവീര എന്ന ഗാനവും മികച്ച അഭിപ്രായം നേടിയിട്ടുണ്ട്. കുഞ്ചാക്കോ ബോബനാകട്ടെ അടുത്ത കാലത്തായി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഓരോന്നും മികവുറ്റതായിരുന്നു എന്ന് സമ്മതിക്കാതെ വയ്യ. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായ എന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ കൂട്ടുകെട്ട് ആദ്യമായി ഒന്നിക്കുന്നത്. കലാമേന്മയും ജനപ്രീതിയുമുള്ള സിനിമ, മികച്ച തിരക്കഥാകൃത്ത്, ശബ്ദമിശ്രണം, കലാസംവിധാനം, പശ്ചാത്തല സംഗീതം, സ്വഭാവ നടൻ, മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരമടക്കം 7 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സ്വന്തമാക്കിയ ചിത്രത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. വളരെ വ്യത്യസ്തമായ ഒരു സൃഷ്ടിയായിരിക്കും ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. തമാശയും ദുരൂഹതയും നിറഞ്ഞ ട്രെയിലർ ഈ ചിത്രത്തിന്റെ സ്വഭാവം വളരെ സൂക്ഷ്മമായി എന്നാൽ ദുരൂഹതയിൽ പൊതിഞ്ഞു കാണിച്ചു തന്നിരുന്നു. സിനിമയുടെ കഥ എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന സൂചന ട്രെയിലർ ഒരിടത്തും നൽകിയിട്ടില്ലെങ്കിലും പ്രേക്ഷകരുടെ പ്രതീക്ഷ 10 മടങ്ങുയർത്താൻ ആ കാഴ്ചകൾക്ക് കഴിഞ്ഞിരുന്നു. കുഞ്ചാക്കോ ബോബനൊപ്പം ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, ചിദംബരം, ജാഫർ ഇടുക്കി, സുധീഷ്, ശരണ്യ രാമചന്ദ്രൻ, പൂജ മോഹൻരാജ് എന്നിങ്ങനെ നിരവധി താരങ്ങളും ചിത്രത്തിൽ കടന്നു വരുന്നുണ്ട്. ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ കുഞ്ചാക്കോ ബോബനും ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ്. മാജിക് ഫ്രെയിംസും ഉദയ പിക്ചേഴ്സും ആദ്യമായി ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 2 കാലഘട്ടത്തിലെ വമ്പന്മാരായ പ്രൊഡക്ഷൻ കമ്പനികളുടെ ഒരുമിക്കൽ കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ടൊവിനോ തോമസും കുഞ്ചാക്കോ ബോബനും ഈ വിഷുക്കാലത്ത് മത്സരത്തിനൊരുങ്ങുമ്പോൾ ഈ വിഷു ചിത്രങ്ങൾ കാണാൻ നല്ല തിരക്കുകൾ തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വിഷു 2 ഇളമുറക്കാരായ നടന്മാരുടേതാണ്. രണ്ടും മലയാളിയെ രസിപ്പിക്കുമെന്ന് തന്നെ കരുതാം.